Okay. Today we are going to discuss about accounting policies, changes in accounting estimate and errors. ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ആ 3 എന്നുള്ള നമ്പറും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ വേണം. കാരണം ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ 3നെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോളിസീനെ കുറിച്ച് പഠിക്കും, ദെൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിനെ കുറിച്ച് പഠിക്കും, ദെൻ എറേഴ്സിനെ കുറിച്ച് പഠിക്കും. നമുക്ക് നോക്കാം എന്താണ് പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിനേക്കാളും മുമ്പായിട്ട് ഈ സ്റ്റാൻഡേർഡിന്റെ ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദെൻ ആദ്യമേ തന്നെ ഈ സ്റ്റാൻഡേർഡിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. An entity may require to change accounting policies and accounting estimates. Similarly, some errors might have committed. ഒരു കമ്പനി തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഒരേ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിലും ഒരേ അക്കൗണ്ടിങ് പോളിസിയിലും തന്നെയായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. ഒരു 10-20 വർഷം കഴിയുമ്പോൾ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റും പോളിസികളൊക്കെ കമ്പനികൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് കുറേ നാൾ മുമ്പ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ആ കമ്പനി തീരുമാനിച്ചു ഞങ്ങൾ ഹോം ഡെലിവറി ചെയ്യില്ല. പക്ഷെ ഇപ്പം അവർ ചിലപ്പോൾ ഹോം ഡെലിവറി ആയിരിക്കും ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അവരുടെ അക്കൗണ്ടിങ് പോളിസിയിലും അതനുസരിച്ച് ഒരു പക്ഷേ ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളൊക്കെ ഒരു പക്ഷേ സംഭവിക്കാം കമ്പനികളിൽ. അപ്പൊ അതനുസരിച്ച് കമ്പനികൾ എന്ത് ചെയ്യും, അവരുടെ അക്കൗണ്ടിങ് പോളിസിയിലൊക്കെ ചേഞ്ച് ചെയ്യും, പിന്നെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ചേഞ്ച് ചെയ്യും. അതൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഒട്ടുമിക്ക കമ്പനി അവരുടെ അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും ഈ കൊറോണയുമായി ബന്ധപ്പെട്ട്. കാരണം അവരുടെ ബിസിനസ്സിലൊക്കെ കാര്യമായിട്ടുള്ള പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നു. അവർക്ക് ദേ ആർ ഫോഴ്സ്ഡ് ടു ചേഞ്ച് ദ അക്കൗണ്ടിങ് പോളിസീസ് ഇൻ സം സിറ്റുവേഷൻസ്. അതോടൊപ്പം തന്നെ വാല്യൂ ചെയ്യുന്ന കേസിലും എസ്റ്റിമേറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ വ്യത്യാസം വരാം. അതിനോടൊപ്പം തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി കൂട്ടുവായിക്കാം, അതായത് എറേഴ്സും ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. Ind AS 8 guide an entity in selecting and changing accounting policy, change in its accounting estimate and in correction of errors. അപ്പോൾ അക്കൗണ്ടിങ് എൻറ്റിറ്റീസിലുള്ള ചേഞ്ചസ്, കറക്ഷൻസ്, എസ്റ്റിമേറ്റ്സിലുള്ള ചേഞ്ചസ്, ഇതൊക്കെ കുറിച്ചും പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് നമ്മുടെ Ind AS 8 എന്നുള്ള ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇപ്പൊ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ദിസ് സ്റ്റാൻഡേർഡ് ഈസ് ടു പ്രിസ്ക്രൈബ് ദ ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് ആൻഡ് ചേഞ്ചിങ് അക്കൗണ്ടിങ് പോളിസീസ് ടുഗദർ വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ആൻഡ് കറക്ഷൻ ഓഫ് എറേഴ്സ്. കാര്യം വളരെ വ്യക്തമാണ്, നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി ഇതിന്റെ സ്കോപ്പ് എന്താണ് സ്കോപ്പ്? സെലക്ഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്, അക്കൗണ്ടിങ് ഫോർ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്, ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ആൻഡ് കറക്ഷൻ ഓഫ് പ്രയർ എറേഴ്സ്. ചിലതൊക്കെ റെട്രോസ്പെക്റ്റീവായിട്ട് കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മുൻകാല പ്രാബല്യത്തോടു കൂടി ചിലപ്പോൾ കറക്റ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ നാൾ മുമ്പുള്ള എൻട്രികൾ തന്നെ അല്ലെങ്കിൽ എസ്റ്റിമേറ്റുകൾ തന്നെ നമ്മൾ എടുത്ത് മാറ്റി എഴുതേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പക്ഷേ ഉണ്ടാവാം. ദെൻ ഡെഫിനിഷൻസ്. എന്താണ് ഡെഫിനിഷൻസ്? അക്കൗണ്ടിങ് പോളിസീസ് ആർ സ്പെസിഫിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബേസ് അല്ലെങ്കിൽ കൺവെൻഷൻസ് അല്ലെ. അക്കൗണ്ടിങ് പോളിസി എന്ന് വെച്ചാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്. എന്താണ് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിലുള്ള ചേഞ്ച് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ എമൗണ്ടുകളുടെ കാര്യത്തിൽ നടത്തിയിട്ടുണ്ടാവും. അതൊരു പക്ഷേ ചേഞ്ച് ചെയ്യാം. ഓക്കെ, കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ ചേഞ്ചസ് വരാം. എസ്റ്റിമേറ്റുകൾ പലപ്പോഴും ഊഹമാണ്. ദെൻ പ്രയർ പീരീഡ് എറേഴ്സ്. മുൻകാലഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുള്ള മിസ്സ്റ്റേറ്റ്മെന്റ്സ് നമ്മളിപ്പോൾ നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവണം, അയ്യോ പണ്ട് ഒരു തെറ്റി വരുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഡിപ്രീസിയേഷൻ 10 വർഷമായിട്ട് നമ്മൾ ഈ ഒരു മെഷീനറിക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണത് റിട്ടേൺ ഡൗൺ മെത്തേഡ് പ്രകാരം. പക്ഷേ തുടങ്ങിയിട്ട് 2ാമത്തെ വർഷം, ആ വർഷം മാത്രം നമ്മൾ എന്ത് ചെയ്തു, വേറൊരു മെത്തേഡിൽ ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, സ്ട്രെയിറ്റ് ലൈനിൽ കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോഴാണ് അത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? എററാണ്. മനസ്സിലായല്ലോ. അപ്പൊ ആദ്യത്തെ വർഷം റിട്ടേൺ ഡൗൺ ചെയ്തു, 2ാമത്തെ വർഷം എന്ത് ചെയ്തു? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ചെയ്തു. പക്ഷെ നമ്മുടെ പോളിസി പ്രകാരം എന്താ പാടുള്ളൂ? റിട്ടേൺ ഡൗൺ പാടുള്ളൂ. അപ്പൊ ഈ സ്ട്രെയിറ്റ് ലൈൻ ചെയ്ത അന്ന് നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ ഡൗൺ ആക്കി മാറ്റണം. അതിനെ ആ എഫക്റ്റ് ബാക്കിയുള്ള 8 വർഷം വരും. അപ്പൊ 3ാമത്തെ വർഷത്തിൽ എസ്റ്റിമേറ്റിൽ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ എമൗണ്ടിൽ ചേഞ്ച് ചെയ്യണം, 4ാമത്തെ വർഷം ചേഞ്ച് ചെയ്യണം, 5ാമത്തെ വർഷം ചേഞ്ച് ചെയ്യണം, 6ാമത്തെ വർഷം, അങ്ങനെ 10 വർഷം അങ്ങനെ ചേഞ്ച് ചെയ്യണം.
അതാണ് പ്രയർ പീരീഡ് എറേഴ്സ് എന്ന് പറയുന്നത്. മുൻകാലഘട്ടങ്ങളിൽ മുതലേ തന്നെ നമ്മൾ ചേഞ്ചസ് ചെയ്തു വരേണ്ടതായിട്ട് വരും. ദെൻ റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ. ഞാൻ പറഞ്ഞു റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ. നമ്മൾ പുതിയൊരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്താലും ഒരു പക്ഷേ ആ പുതിയ പോളിസിക്ക് മുൻകാല പ്രാബല്യം ഉണ്ടെങ്കിൽ ആ മുൻകാല പ്രാബല്യം എന്നാണോ തുടങ്ങുന്നത് അത് മുതൽ ആ ട്രാൻസാക്ഷനിൽ നമ്മൾ ചേഞ്ച് ചെയ്തേണ്ടി വരും. ആ ഒരു ചേഞ്ച് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് കണ്ടമാനം വരും. ദെൻ റെട്രോസ്പെക്റ്റീവ് റീസ്റ്റേറ്റ്മെന്റ്. റെട്രോസ്പെക്റ്റീവ് റീസ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞത് മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഡിപ്രീസിയേഷൻ തെറ്റായ രീതിയിൽ ചെയ്തു. അപ്പൊ ബാക്കിയുള്ള 8 വർഷവും ഡിപ്രീസിയേഷൻ പുതിയ രീതിയിലേക്ക് മാറ്റി ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ല സാറേ ബാക്കിയുള്ള 8 വർഷവും റിട്ടേൺ ഡൗൺ അല്ലേ, രണ്ടാമത്തെ വർഷം മാത്രമല്ലേ സ്ട്രേറ്റ് ലൈൻ ചെയ്തുള്ളൂ എന്ന് പറയണം. ഒന്നാമത്തെ വർഷം റിട്ടേൺ ഡൗൺ ചെയ്തു, രണ്ടാമത്തെ വർഷം സ്ട്രേറ്റ് ലൈൻ ചെയ്തു, ബാക്കിയുള്ള 8 വർഷം റിട്ടേൺ ഡൗൺ ചെയ്തു. ശരിയാണ്. ബാക്കിയുള്ള അപ്പൊ 9 വർഷം കറക്റ്റ് ആയിട്ടും 1 വർഷം തെറ്റായിട്ടല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ 1 വർഷം മാത്രമല്ലേ ശരിയാക്കേണ്ടതുള്ളൂ എന്നൊരു പക്ഷെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോഴാണ് ഈ റീസ്റ്റേറ്റ്മെന്റിന്റെ പ്രാധാന്യം വരുന്നത്. എന്താണ്, രണ്ടാമത്തെ വർഷം നിങ്ങൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആണ് ഫോളോ ചെയ്തെന്നുണ്ടെങ്കിൽ അപ്പൊ കിട്ടിയിട്ടുള്ള എമൗണ്ട് വ്യത്യാസമുണ്ട്. ഓക്കെ, പിന്നത്തെ വർഷത്തെ റിട്ടേൺ ഡൗൺ വാല്യൂ കണ്ടുപിടിച്ചപ്പോ ഈ രണ്ടാമത്തെ വർഷത്തെ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ കൂടെ കണ്ടുപിടിച്ച് കിട്ടിയ തുകയുടെ അടിസ്ഥാനത്തിലാണ് മൂന്നാമത്തെ വർഷം റിട്ടേൺ ഡൗൺ മെത്തേഡ് പ്രയോഗിച്ചത്. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ വർഷം നിങ്ങൾ സ്ട്രേറ്റ് ലൈൻ മാറ്റി റിട്ടേൺ ഡൗൺ എന്നുള്ള രീതിയിൽ റീസ്റ്റേറ്റ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ വർഷത്തെ റിട്ടേൺ ഡൗൺ വാല്യൂവിന്റെ ബേസ് മാറും, നാലാമത്തെ വർഷത്തെ ബേസ് മാറും, അങ്ങനെ എല്ലാ വർഷത്തിന്റെയും ബേസ് മാറും. എല്ലാ വർഷവും ചെയ്യേണ്ടതായിട്ട് വരും. ഇനി എന്താണ് അക്കൗണ്ടിങ് പോളിസീസ്? എന്താണ് അക്കൗണ്ടിങ് പോളിസീസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സെലക്ഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. വെൻ ആൻ ഇന്ത്യ സ്പെസിഫിക്കലി അപ്ലൈ ടു എ ട്രാൻസാക്ഷൻ. ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മളൊരു ട്രാൻസാക്ഷനെ അപ്ലൈ ചെയ്യാം. The accounting policy applied to that item should be determined by applying the Ind AS. In absence of the Ind AS that specifically applied to a transaction, management must use its judgment in developing and applying accounting policy that result in information that is relevant and reliable. അപ്പോൾ ചിലപ്പോൾ ഒരു അക്കൗണ്ടിങ് പോളിസി കൃത്യമായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ മാനേജ്മെന്റ് ആയിരിക്കാം ഒരു പോളിസി ഫ്രെയിം ചെയ്യുന്നത് നമ്മുടെ കമ്പനിക്ക് അനുയോജ്യമായ രീതിയിൽ. ഓക്കെ, ഇൻ മേക്കിംഗ് ദാറ്റ് ജഡ്ജ്മെന്റ് മാനേജ്മെന്റ് ഷുഡ് റെഫർ ദ ഫോളോയിങ് സോഴ്സ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കണം. Ind AS ഡീലിംഗ് വിത്ത് സിമിലർ ഓർ റിലേറ്റഡ് ഇഷ്യൂ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ, പിന്നെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയമവശങ്ങൾ എന്തൊക്കെയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട. മാനേജ്മെന്റ് മേ ഓൾസോ കൺസിഡർ ദ മോസ്റ്റ് റീസെന്റ് പ്രൊനൗൺസ്മെന്റ് ഓഫ് അതർ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡീസ് ദാറ്റ് യൂസ് എ സിമിലർ കൺസെപ്ഷണൽ ഫ്രെയിംവർക്ക് ടു ഡെവലപ്പ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുന്ന വേറെയും ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവരും ഈ ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് പോളിസിയാണ് ഇംപ്ലിമെന്റ് ചെയ്തത് അതൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് മാനേജ്മെന്റിന് ഒരു ജഡ്ജ്മെന്റ് എടുക്കാം. മീൻസ് മാനേജ്മെന്റ് ഒരു നല്ലൊരു പോളിസി കമ്പനിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നു എന്ന് മാത്രം. കൺസിസ്റ്റൻസി ഓഫ് പോളിസീസ്. An undertaking, that means an entity, shall apply its accounting policies consistently for similar transaction or categories of items. സിമിലർ ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ഐറ്റത്തിനോ സിമിലർ ആയിട്ടുള്ള പോളിസികൾ ഫോളോ ചെയ്യണം. അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഫർദർ പോളിസീസ് ഷുഡ് ബി കൺസിസ്റ്റന്റ് ഫ്രം പീരീഡ് ടു പീരീഡ് ടു ഫോളോ കമ്പാരിസൺ ടു ബി മെയ്ഡ്. അല്ലേ, നമ്മളൊരു പോളിസി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോളിസി പരമാവധി നമ്മൾ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഒരു വർഷം ഒരു പോളിസി, അടുത്ത വർഷം ചുമ്മാ പോളിസി എടുത്ത് അങ്ങോട്ട് മാറ്റുന്നു, അങ്ങനെ പരിപാടി പറ്റില്ല. പരമാവധി ആ പോളിസി തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് എന്തിനു സാധിക്കുള്ളൂ, കമ്പാരിസന് സാധിക്കുള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ പോളിസി തന്നെയായിരുന്നു, അപ്പൊ എന്താണ് നമ്മുടെ പ്രോഫിറ്റ്, ഈ വർഷം ഇതേ പോളിസിയാണ്, അപ്പൊ എന്താണ് പ്രോഫിറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷത്തെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഒരു ഇൻ ആൻഡ് അറൗണ്ട് എസ്റ്റിമേറ്റ് നമുക്ക് നടത്താനും പറ്റും. For example, company its inventory being accounted for its use weightage method. This must be used in each period so that users can compare. നമുക്ക് ഇൻവെന്ററിയുടെ കേസിൽ വെയിറ്റേജ് മെത്തേഡ് ഉണ്ട്, ലിഫോ ഉണ്ട്, ഫിഫോ ഉണ്ട്. കമ്പനി കാലങ്ങളായിട്ട് ലിഫോ മെത്തേഡാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എളുപ്പമുണ്ട് കമ്പാരിസൺ. ലിഫോ മെത്തേഡ് പ്രകാരം കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്.
അല്ലെങ്കിൽ ഫിഫോ മെത്തേഡ് തന്നെയാണ് എല്ലാ വർഷവും ഉപയോഗിക്കണമെങ്കിൽ ഫിഫോ മെത്തേഡ് നമുക്ക് വെച്ച് കമ്പയർ ചെയ്യാം. അതേസമയം ഒരു വർഷം ഫിഫോ മെത്തേഡ്, പിന്നത്തെ വർഷം ലിഫോ മെത്തേഡ്, പിന്നത്തെ വർഷം വെയ്റ്റഡ് ആവറേജ്, പിന്നത്തെ വർഷം വേറെ എന്തെങ്കിലും പുതിയ മെത്തേഡ് ഉണ്ടെങ്കിൽ അത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കമ്പാരിസൺ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്. അപ്പൊ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുന്നത് ഇതാണ്. ഏത്? ഒരു അക്കൗണ്ടിങ് പോളിസി ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഇൻവെന്ററി വാല്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫിഫോ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണെന്ന് വിചാരിക്കുക. പക്ഷെ ഇപ്പൊ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് നമ്മൾ അതിനെ ലിഫോ മെത്തേഡ് പ്രകാരം ചെയ്യേണ്ടി വരുന്നു. എന്തെങ്കിലും പ്രത്യേക സാഹചര്യമുണ്ട്. ഇനി നമുക്ക് ലിഫോ മെത്തേഡ് പ്രകാരമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. അപ്പൊ ആ സാഹചര്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്. കാരണം ഇത്ര നാൾ നമ്മുടെ അക്കൗണ്ടിങ് പോളിസി ഫിഫോ മെത്തേഡ് ഫോളോ ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ ഇനിയിപ്പോൾ അത് വേറെ മെത്തേഡിലേക്ക് മാറ്റാം. സിമിലർലി എൻറ്റിറ്റി മേ മേക്ക് ചേഞ്ചസ് ഇൻ പ്രസന്റേഷൻ സച്ച് ആസ് cost of sales to expense. Another example is changing depreciation method. Depreciation ലായാലും നമുക്കറിയാം റിട്ടൺ ഡൗൺ ഉണ്ട്, ദെൻ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വേണമെങ്കിൽ വരുത്തും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു an entity should change an accounting policy only ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യാറുള്ളൂ. സാധാരണ രീതിയിൽ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി ഈസ് റയർ. വളരെ അപൂർവമായിട്ട് അവർ ചേഞ്ച് ചെയ്യുള്ളൂ. കാരണം ചേഞ്ച് ചെയ്താൽ അവർക്ക് തന്നെ കമ്പാരിസൺ ബുദ്ധിമുട്ടാവും, എസ്റ്റിമേഷൻ ബുദ്ധിമുട്ടാവും. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ഈസ് റിക്വയർഡ് ബൈ ദ ഇൻഡേഴ്സ്. ചിലപ്പോൾ ഇൻഡേഴ്സ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരാം അവരുടെ പോളിസി. The result in more reliable and relevant information in the financial statement. ചിലപ്പോൾ കുറച്ചും കൂടിയും ക്ലാരിറ്റി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കൊണ്ടുവരണമെങ്കിൽ നമുക്കൊരു അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്തേ പറ്റൂ. അത് നിർബന്ധമാണ്. എന്നാൽ നമുക്ക് അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യാം. ഇനി ദ ഫോളോയിങ് ആർ നോട്ട് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്. ചില കാര്യങ്ങൾ ഫോളോയിങ് ആർ നോട്ട് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസി. ചില കാര്യങ്ങൾ ശരിക്കും പറഞ്ഞ ചേഞ്ചസ് അല്ല, അക്കൗണ്ടിങ് പോളിസിയുടെ ചേഞ്ചസ് അല്ല. ചിലപ്പോൾ അക്കൗണ്ടിങ് പോളിസി ചേഞ്ചസ് എന്ന് തോന്നിയാൽ, ഉദാഹരണത്തിന് അഡോപ്റ്റിംഗ് ആൻഡ് അക്വയറിംഗ് പോളിസി ഫോർ ന്യൂ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ. പുതിയ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ഉണ്ട്, പുതിയ ഒരു അക്കൗണ്ടിങ് പോളിസി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അത് ചേഞ്ച് അല്ല, പുതിയ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ആ ഇംപ്ലിമെന്റ് ചെയ്ത പോളിസി നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും മാറ്റുവാണെങ്കിൽ അത് ചേഞ്ച് ആണ്. ഓക്കെ, ദെൻ അഡോപ്റ്റിംഗ് ന്യൂ അക്കൗണ്ടിങ് പോളിസി ഫോർ എ ട്രാൻസാക്ഷൻ ഓർ ഇവന്റ് വിച്ച് ഹാസ് നോട്ട് ഒക്കർ ഇൻ ദ പാസ്റ്റ്. ഇതിനു മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ടായിട്ടില്ല, ഈ വർഷമാണ് ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ടായത്. അപ്പൊ ആ ഇവന്റിന് വേണ്ടി നമ്മൾ പുതിയൊരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പൊ അത് ചേഞ്ച് അല്ല, അത് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പോളിസിയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഇസ് നോട്ട് എ ചേഞ്ച്, ദാറ്റ് ഇസ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പോളിസി. ഇനി ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോളിസി കുറച്ചാൾ കഴിയുമ്പോൾ ശരിയല്ല എന്ന് മനസ്സിലായി അത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് ചേഞ്ചിങ് പോളിസി. അപ്പൊ ഈ രണ്ട് സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്. പുതിയ ട്രാൻസാക്ഷൻ വന്നു, പുതിയ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തു, നോ പ്രോബ്ലം, ദാറ്റ് ഇസ് ഇൻട്രൊഡക്ഷൻ ഓൺലി, ദാറ്റ് ഇസ് നോട്ട് ചേഞ്ച്. ഇവിടെയാണെങ്കിലും പുതിയ പോളിസിയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എ ന്യൂ അക്കൗണ്ടിങ് പോളിസി ഫോർ എ ട്രാൻസാക്ഷൻ ഓർ ഇവന്റ് വിച്ച് ഹാസ് നോട്ട് ഒക്കേഡ്. ഇതുവരെ ഒക്കെ അറിയാത്തൊരു ഇവന്റിന് നമ്മൾ പുതിയൊരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നു, പുതിയൊരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ, നമ്മളത് ചേഞ്ച് ചെയ്യല്ല. ഇനി അപ്ലൈയിങ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്. ശ്രദ്ധിക്കണം, അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ. The following rules may be followed for applying changes in accounting policies. അക്കൗണ്ടിങ് പോളിസീസ് ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. An entity shall account for change in accounting policy resulting from initial application of Ind AS in accordance with the specific transaction provisions. എന്തെങ്കിലും ട്രാൻസാക്ഷൻ പ്രൊവിഷൻസോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അപ്പോൾ കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. If there are not specific transaction provisions applying to that change or an accounting policy is voluntarily changed, then change should be applied retrospectively. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മൾ വരുത്തിയെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മുൻകാല പ്രാബല്യത്തോടു കൂടി ചെയ്യേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് 10 വർഷമായിട്ട് കമ്പനി റിട്ടേൺ ഡൗൺ മെത്തേഡാണ് ഡിപ്രീസിയേഷന് വേണ്ടി ഉപയോഗിച്ചത് എന്ന് കരുതാം. കമ്പനി തീരുമാനം എടുക്കുകയാണ്, നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആക്കാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ആ 10 വർഷം മുമ്പുള്ള ട്രാൻസാക്ഷൻ മുതലേ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, സ്ട്രെയിറ്റ് ലൈൻ ആക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ. When there is a change, when a change in accounting policy is applied retrospectively,
It requires the entity to adjust opening balance of each affected component. അതാണ് ഞാൻ പറഞ്ഞത്, ഓപ്പണിംഗ് ബാലൻസുകളിൽ ചേഞ്ച് വരും. അത് കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുകയും വേണം, ഏത് പീരീഡ് മുതലാണ് നമ്മളത് ചേഞ്ച് ചെയ്തെന്നുള്ളത്. ഇതിനോട് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. സ്റ്റാർ ലിമിറ്റഡ് ഹാഡ് പർച്ചേസ്ഡ് എ ബിൽഡിംഗ് ഓൺ 1st April 2004. ഡേറ്റിന് വളരെയധികം പ്രസക്തിയുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തത്. ഇറ്റ് ഈസ് ദ ഓൺലി അസറ്റ് in the building class of asset. It decided to adopt revaluation model for the building. During the financial year 2019-20, Star Limited decided to change the accounting policy for building to cost model. How will you account for change in accounting policy? അപ്പോൾ 2004 മിഷനറി മേടിച്ച് 2020 നമ്മൾ അക്കൗണ്ടിങ് പോളിസി കൊണ്ട് ചേഞ്ച് ചെയ്യാം. സ്റ്റാർ ലിമിറ്റഡ് വിൽ ഹാവ് ടു റീകാൽക്കുലേറ്റ് ദ കോസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ഓൺ ദ ബിൽഡിംഗ് സിൻസ് ദ പർച്ചേസ് ഇൻ April 1st, 2004. കാര്യം ക്ലിയർ ആയല്ലോ. 2004 അവർ മേടിച്ചത്. അന്ന് മുതൽ നമ്മളൊരു അക്കൗണ്ടിങ് പോളിസി ഫോളോ ചെയ്യാനുണ്ടായിരുന്നു. അത് മാറ്റി പുതിയ പോളിസി നമ്മൾ ഫോളോ ചെയ്യണം. ആ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2004 മുതലേ എഴുതിയ കണക്കുകൾ മാറ്റി മാറ്റി എഴുതി കൊണ്ടുവരണം. അതാണ് ഇത് പറയുന്നത്. ദ റീകാൽക്കുലേറ്റഡ് WTV റിട്ടേൺ ഡൗൺ മെത്തേഡ് ഓഫ് ബിൽഡിംഗ് ആസ് പെർ ദ കോസ്റ്റ് മോഡൽ ആസ് ഓൺ April 1st, 2018 will be the first affected in the opening balance with the corresponding effect in equity. Then എല്ലാവരുടെയും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. ലിമിറ്റേഷൻസ് ഓഫ് റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ. ചില കാര്യങ്ങളിൽ, ചില കേസുകളിൽ റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ നടക്കില്ല. When it is impracticable to apply retrospective effect, then entity should apply new accounting policy to the carrying amount of the asset and liabilities as at the beginning of the earliest period of which retrospective effect is practicable. എന്ന് മുതൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അന്ന് മുതൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ചിലപ്പോൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം നമ്മളത് എന്ന് മുതൽ നമുക്ക് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് എടുക്കാൻ പറ്റുമോ അന്ന് മുതലുള്ളത് എടുക്കാം. അതാണ് ഇവിടെ പറയുന്നത്. Then changes in accounting estimate. ഇനി അടുത്തതാണ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്. നേരത്തെ പറഞ്ഞത് പോളിസികളിലുള്ള ചേഞ്ചസ് ആണെങ്കിൽ ഇനി പറയുന്നത് എസ്റ്റിമേറ്റിലുള്ള ചേഞ്ചസ്. നമ്മുടെ കാൽക്കുലേഷൻസ് ഉണ്ട്. ഒരു കമ്പനി ആകുമ്പോൾ പല കാര്യങ്ങളും അവർ എസ്റ്റിമേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു എസ്റ്റിമേറ്റിൽ ചേഞ്ച് വന്നാൽ എന്ത് സംഭവിക്കും? എപ്പോഴാണ് എസ്റ്റിമേറ്റിൽ ചേഞ്ച് വരിക? എസ്റ്റിമേറ്റിൽ ചേഞ്ച് വരണത് അൺസർട്ടനിറ്റീസ് ഒക്കെ സംഭവിക്കുമ്പോഴാണ്. ഒരു പക്ഷേ ഒരു കമ്പനി 2018 ഡിസൈഡ് ചെയ്യാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത വർഷങ്ങളിൽ ബിസിനസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു 10-20 ഓഡിറ്റോറിയം പണിയാം. 2018 അവർ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഒരു 20 ഓഡിറ്റോറിയം പണിയാം, ഏകദേശം ഒരു 40 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ കമ്പനി വിചാരിക്കുകയാണ്. 2018 അവർ 40 കോടിക്ക് പകരം 50 കോടി ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 20 ഓഡിറ്റോറിയം, നല്ല അടിപൊളി ഓഡിറ്റോറിയം അങ്ങോട്ട് പണിതു. 1000 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഇവന്റ് അറ്റൻഡ് ചെയ്യാനും പറ്റുന്ന ഓഡിറ്റോറിയം പണിതു. 2019 ആയപ്പോൾ അവരുടെ എസ്റ്റിമേറ്റ് ഒക്കെ തകർന്നില്ലേ? കൊറോണ വന്നു, പ്ലാനുകളൊക്കെ പാളി. 1000 പേർക്ക് ഒരുമിച്ച് കൂടാനായിട്ട് ഇന്നേ വരയ്ക്കും ഒരു ഗവൺമെന്റും പെർമിഷൻ കൊടുത്തില്ല. അവരുടെ ബിസിനസ്സുകൾ അല്ലെങ്കിൽ അവരുടെ ഓഡിറ്റോറിയത്തിനൊന്നും ഡിമാൻഡ് ഇല്ലാണ്ട്. അപ്പൊ അവരുടെ കാൽക്കുലേഷൻ എസ്റ്റിമേറ്റ്സ് എവരിത്തിങ് വെന്റ് റോങ്. അപ്പൊ ഇങ്ങനെയുള്ള അൺസർട്ടനിറ്റീസ് വരാം. അതാണ് ഇവിടെ പറയുന്നത്. ഡ്യൂ ടു ദ അൺസർട്ടനിറ്റീസ് many items in the financial statement cannot be measured precisely but only be estimated. Such estimate involve judgment. അപ്പൊ എന്താണ് ഈ എസ്റ്റിമേറ്റിനുള്ള റീസൺ? ജഡ്ജ്മെന്റുകളാണ് എസ്റ്റിമേറ്റിനുള്ള റീസൺ അല്ലേ? ജഡ്ജ്മെന്റുകളാണ് എസ്റ്റിമേറ്റിനുള്ള റീസൺ. ഒരു സെക്കൻഡ്. എസ്റ്റിമേറ്റ് എപ്പോഴും ജഡ്ജ്മെന്റിനെ അടിസ്ഥാനമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ജഡ്ജ്മെന്റ് നന്നായാൽ എസ്റ്റിമേറ്റ് ശരിയാവാം. പക്ഷെ എത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിലും ഒരു പക്ഷേ ജഡ്ജ്മെന്റ് തെറ്റിപ്പോകും. These judgments are based on the available information or experience. When change occurs as a result of new information or experience, an estimate may need a revision. അല്ലേ? സ്വാഭാവികമായിട്ടും റിവൈസ് ചെയ്യേണ്ടി വരും നമ്മുടെ എസ്റ്റിമേറ്റ്. സിമിലർലി അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് മേ ചേഞ്ച് വെൻ സർക്കംസ്റ്റൻസ് ചേഞ്ച് ഓർ എക്സ്പീരിയൻസ് ഗ്രോസ്. നമ്മളൊരു മിഷനറി മേടിച്ചു. ആ മിഷനറി മേടിച്ചു 10 വർഷം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ്. ആ മിഷനറി സുഖമായിട്ട് വർക്ക് ചെയ്തോളും 10 വർഷം. 10 ലക്ഷം രൂപയാണ് മിഷനറിയുടെ വില.
സ്വാഭാവികമായിട്ടും റിട്ടേൺ ഡൗൺ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ ഓരോ ലക്ഷം രൂപ വെച്ച് നമ്മൾ ഓരോ വർഷവും ഡിഡക്റ്റ് ചെയ്യും. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, 4 വർഷം കഴിഞ്ഞപ്പോൾ ആ മെഷീന് എന്തോ ഒരു കംപ്ലൈൻറ്റ് വന്നു, മെഷീൻ പൊട്ടിത്തെറിച്ചു. ഇനി ആ മെഷീൻ പാട്ടവലിക്ക് വിൽക്കാനേ പറ്റുള്ളൂ, കൂടി വന്ന ഒരു 50,000 രൂപ കിട്ടും. നമ്മുടെ എസ്റ്റിമേഷൻ എന്തായിരുന്നു? 10 വർഷം മുന്നോട്ട് പോകാമെന്നും ഓരോ ലക്ഷം വെച്ച് ഓരോ വർഷം ഡിപ്രീസിയേഷൻ നടത്താം എന്നൊക്കെയായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പം ഇങ്ങനെയുള്ള അൺസർട്ടനിറ്റീസ് വരുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും കാര്യമില്ല, നമ്മുടെ പ്ലാനിങ് ഒക്കെ തെറ്റും. Similarly, accounting estimate may change when circumstances change or experience grows. Thus, change in estimate does not require restating the financial statement prior period. This is because it is not a correction of an error. In other words, revision of estimate does not relate to prior period. Example, Eagle Airways. Eagle എന്ന് പറയുന്ന കമ്പനി അവരൊരു എയർലൈൻ കമ്പനിയാണ്. ന്യൂ ലെജിസ്ലേഷൻ, പുതിയ നിയമം വന്നു, will ban them for use on international flight. അവർക്ക് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഇനി ഓടിക്കാൻ പറ്റില്ല. ദിസ് വിൽ റെഡ്യൂസ് ദയർ യൂസ്ഫുൾ ലൈഫ്. അല്ലേ? ഓട്ടോമാറ്റിക്കലി അവരുടെ പല പല പ്രശ്നങ്ങളുണ്ടാവും. ഹെൻസ് ദിസ് വിൽ നീഡ് ടു ആക്സിലേറ്റ് ഡിപ്രീസിയേഷൻ ആൻഡ് റിവ്യൂ ദയർ റെസിഡ്യൂവൽ വാല്യൂ. സ്റ്റേറ്റ് വെദർ ദിസ് ഈസ് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് പോളിസി ഓർ ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ്. അപ്പോൾ ഇതിൽ അക്കൗണ്ടിങ് പോളിസിയുടെ ചേഞ്ച് ആണോ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിന്റെ ചേഞ്ച് ആണോ എന്നാണ് പറയുന്നത്. ഇവിടെ സംഭവിച്ച കാര്യം, ചോദ്യം ഒന്ന് മനസ്സിലാക്കുക. അതൊരു എയർലൈൻ കമ്പനിയാണ്, അവർക്ക് ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ ഓടിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. പക്ഷേ ഇൻ ബിറ്റ്വീൻ അവർക്ക് അതിനുള്ള അനുവാദം നശിച്ചു. അപ്പോൾ അവരുടെ പ്ലാനിങ്ങുകൾ തെറ്റി. പോളിസി അവർ അക്കൗണ്ടിങ് പോളിസി സെയിം തന്നെ ആയിരിക്കും, പക്ഷെ അവർ വരുമാനം ഉണ്ടാവുമെന്ന് വിചാരിച്ചതൊക്കെ തെറ്റിപ്പോയി. അപ്പോൾ എന്ത് സംഭവിക്കും? ദിസ് ഈസ് നോട്ട് എ അക്കൗണ്ടിങ് പോളിസി ചേഞ്ച്. അക്കൗണ്ടിങ് പോളിസിയുടെ ചേഞ്ച് അല്ല, ദിസ് ഈസ് എ റിവിഷൻ ഓഫ് എസ്റ്റിമേറ്റ്. അവർ എസ്റ്റിമേറ്റ് ചെയ്തത് ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ ഓടിക്കാതെ നല്ല വരുമാനം ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ ബാൻ ചെയ്യും. സോ ദേ ബിക്കേം ഇൻ ട്രബിൾ. The revision of estimate and will have no impact on prior period. The depreciation in the current and future period will increase. അപ്പോൾ ഇനിയുള്ള വർഷങ്ങളിൽ ഇതുവരെ നമ്മൾ ചെയ്തതൊന്നും നമുക്ക് ചെയ്യാനായിട്ട് മാർഗമില്ല. ഇത് അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് അല്ലാത്തത് കൊണ്ട് ശ്രദ്ധിക്കുക. പോളിസി ചേഞ്ച് ആണെങ്കിൽ നമുക്ക് റെട്രോസ്പെക്റ്റീവ് ആയിട്ട് ചെയ്യാമായിരുന്നു, പക്ഷേ എസ്റ്റിമേറ്റ് ചേഞ്ച് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ നിർവാഹമില്ല. ഇനിയുള്ള സമയങ്ങളിൽ നമ്മളപ്പോൾ ഡിപ്രീസിയേഷൻ ഇൻക്രീസ് ചെയ്യാം, അല്ലേ? അത് നമുക്ക് പറ്റുള്ളൂ. ദെൻ ചേഞ്ച് ഇൻ മെഷർമെന്റ് ബേസ്. അടുത്ത ഒരു ലോജിക്കാണ് മെഷർമെന്റിൽ ചേഞ്ച് ചെയ്യാം. എ ബിസിനസ് മേ റിക്വയർ എ ചേഞ്ച് ടു ബി മെയ്ഡ് ഇൻ ദ മെഷർമെന്റ് ബേസ് അപ്ലൈ. This should be considered as a change in accounting policy and not a change in accounting estimate. വളരെ ശ്രദ്ധിക്കണം. മെഷർമെന്റിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് അക്കൗണ്ടിങ് പോളിസിയുടെ ചേഞ്ച് ആയിട്ട് പരിഗണിക്കും, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിന്റെ ചേഞ്ച് ആയിട്ട് പരിഗണിക്കില്ല. ഇനി ഇവിടെ വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. Arun Limited estimated, Arun Limited's investment property has been accounted for a cost. Now it revalue its property. State whether this is a change in accounting policy or estimate. എന്താ സംഭവിക്കുന്നത്? It is not a change in estimate. എന്താ എസ്റ്റിമേറ്റിലുള്ള ചേഞ്ച് അല്ല എന്ന് പറയാൻ കാരണം ഒന്ന് ശ്രദ്ധിച്ച്. അരുൺ ലിമിറ്റഡ്സ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഹാസ് ബിൻ അക്കൗണ്ടഡ് ഫോർ കോസ്റ്റ്. നൗ ഇറ്റ് റീവാല്യൂ ഇറ്റ്സ് പ്രോപ്പർട്ടി. സ്റ്റേറ്റ് വെദർ ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി ഓർ എസ്റ്റിമേറ്റ്സ്. അപ്പോൾ അത് അവർ ചെയ്തിരുന്ന ഒരു രീതി അറ്റ് കോസ്റ്റ് ആയിരുന്നു, അപ്പം അത് മാറി അവർ റീവാല്യൂ ചെയ്യണം. അപ്പം അതെന്താണ്? റിവാല്യൂ ചെയ്യുന്നത് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിന്റെ വ്യത്യാസമുള്ള അക്കൗണ്ടിങ് പോളിസി മെഷർമെന്റ് ആണ് അവർ മാറ്റുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. മെഷർ ചെയ്യുന്ന രീതിയാണ് മാറ്റുന്നത്. മെഷർ ചെയ്യുന്ന രീതി മാറ്റുകയാണെങ്കിൽ അത് മെഷർമെന്റ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അത് അക്കൗണ്ടിങ് പോളിസിയുടെ ചേഞ്ച് ആയിരിക്കും. ഇനി ഡിഫിക്കൽട്ടി ഇൻ ഡിസ്റ്റിംഗ്വിഷിംഗ് ചേഞ്ച് ഇൻ പോളിസി ആൻഡ് ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ്. ചിലപ്പോൾ ചില പ്രോബ്ലം കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നും. ഇത് അക്കൗണ്ടിങ് പോളിസിയുടെ ചേഞ്ച് ആണോ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിന്റെ ചേഞ്ച് ആണോ എന്നുള്ള കൺഫ്യൂഷൻ തോന്നും. അങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്നു, അത് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ we can consider it as change in accounting estimate. Okay. അപ്പോൾ ഈ ഒരു കേസ് ശ്രദ്ധിക്കുക. when it is difficult to distinguish a change in accounting policy from a change in accounting estimate, then change should be treated as change in accounting estimate.
അപ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ് ചേഞ്ച് ആണെന്ന് നമുക്ക് പരിഗണിക്കാം. ഇന്നോടൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഓൺ 1st April 2016 കമ്പനി പർച്ചേസ്ഡ് എ മെഷീൻ ഫോർ 8 lakh. ശ്രദ്ധിക്കണം, ഇത് നല്ലൊരു എക്സാമ്പിൾ ആണ്, വളരെ ശ്രദ്ധിക്കുക. 8 ലക്ഷം രൂപയുടെ ഒരു മെഷീനറി മേടിച്ചു. റെസിഡ്യൂവൽ വാല്യൂ ഓഫ് ദ മെഷീൻ അറ്റ് ദ എൻഡ്, അതായത് 10 വർഷം കഴിഞ്ഞ് ആ മെഷീൻ നമ്മുടെ സ്ക്രാപ്പ് ഡീലേഴ്സിന് കൊടുക്കുമ്പോൾ 60,000 രൂപ കിട്ടും. 8 ലക്ഷം രൂപയാണ് അതിന്റെ വില. 10 വർഷം കഴിഞ്ഞത് വിൽക്കുമ്പോൾ 60,000 രൂപ കിട്ടും. Up to 31st March 2019, the depreciation was charged under the straight line method. ശ്രദ്ധിക്കണം, 2019 വരെ, അതായത് 3 വർഷം ഡിപ്രീസിയേഷൻ വാസ് ചാർജ് അണ്ടർ ദ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലാണ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. However, the company switched over to return down method at 15%. അതിനുശേഷം എന്ത് ചെയ്തു? അല്ലെങ്കിൽ കമ്പനി അപ്പോൾ തീരുമാനിക്കുകയാണ്, ഇനി നമുക്ക് റിട്ടേൺ ഡൗൺ മെത്തേഡ് എന്നുള്ളത് മാറ്റി, നമുക്ക് സ്ട്രേറ്റ് ലൈൻ എന്നുള്ളത് മാറ്റി റിട്ടേൺ ഡൗൺ മെത്തേഡിലേക്ക് മാറണം. 15% ഓരോ വർഷം നമുക്ക് ഡിക്രീസ് ചെയ്യാം. ഫ്രം 2019-20 ഓൺവേർഡ്സ് വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്ട്, ശ്രദ്ധിക്കുക, വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഫ്രം 1st April 2016, the company revised the useful life of the machine to 15 years. യെസ്, അപ്പോൾ കമ്പനി എന്ത് ചെയ്തു? April 1 മുതൽ 15 വർഷത്തേക്ക് കമ്പനിക്ക് ആയുസ് ഉണ്ടെന്ന് അവരങ്ങോട്ട്, അല്ലെങ്കിൽ കമ്പനിയുടെ മെഷീനറിക്ക് ആയുസ് ഉണ്ടെന്ന് അവരങ്ങോട്ട് എസ്റ്റിമേറ്റ് ചെയ്തു. How will you treat the above change in financial statement of the company for the year ended 31st March 2020? ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യത്തെ ഒന്നും കൂടി ഞാൻ വളരെ ബ്രീഫായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാം. അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കാര്യങ്ങൾ വരണം. 8 ലക്ഷം രൂപയ്ക്കാണ് അവർ മെഷീനറി മേടിച്ചത്. 2016 April 1 മെഷീനറി മേടിച്ചിട്ടുണ്ടായിരുന്നത്. വിൽക്കുമ്പോൾ, അതായത് 10 വർഷം കഴിഞ്ഞത് വിൽക്കുമ്പോൾ they will get 60,000 rupees. 2019 March 31 വരെ അവര് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവർ റിട്ടേൺ ഡൗൺ മെത്തേഡ് 15% ഓരോ വർഷം റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ റിട്ടേൺ ഡൗൺ മെത്തേഡ് അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇനി ഇവിടെ പറയുന്ന കാര്യം, ഇത് റെട്രോസ്പെക്റ്റീവ് ആയിട്ടാണ് ഇതിന്റെ ചേഞ്ച് വരുന്നത്. 15 വർഷം എന്ന് പറയുന്നത് 1st April 2016 മുതലാണ് അവർ എടുത്തിട്ടുള്ളത്. അതായത് മേടിച്ച അന്ന് മുതൽ 15 വർഷം എന്നാണ് എടുക്കുന്നത്. അപ്പൊ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് അതിന് വന്നു. ഇനി 2020, അതായത് 4 വർഷം കഴിഞ്ഞു, 3 വർഷം വരെ റിട്ടേൺ ഡൗൺ ചെയ്തു, 4ാമത്തെ വർഷമാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ സമയത്ത് എന്ത് എഫക്റ്റ് ആയിരിക്കും, എന്ത് ചേഞ്ച് ആയിരിക്കും സംഭവിക്കുക എന്നാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. 3 വർഷം ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ്, അത് മാറ്റി റിട്ടേൺ ഡൗണിലേക്ക് മാറ്റമാണ്. അപ്പൊ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് മാറ്റി റിട്ടേൺ ഡൗണിലേക്ക് മാറ്റുന്നു. അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ചെയ്തപ്പോൾ എന്തോരം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തു, റിട്ടേൺ ഡൗൺ ചെയ്തപ്പോൾ എന്തോരം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്തെങ്കിലും കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന് അതിനെ കണ്ടുപിടിക്കണം. അതായത് നമ്മൾ കൂടുതൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കുറവാണോ ചെയ്തതെന്ന് ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കാം. അപ്പൊ 8 ലക്ഷത്തിന് 60,000 രൂപ നമുക്ക് ബാക്കി കിട്ടുമെന്ന് പറഞ്ഞു. ബാക്കിയുള്ള തുകയ്ക്ക് നമ്മൾ 10 വർഷത്തേക്ക് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ ഓരോ വർഷവും 74,000 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? റിട്ടേൺ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ശരിയായിട്ടുള്ള കാര്യമാണല്ലോ. 80,000 മൈനസ് 60,000, 7,40,000 മൊത്തം കിട്ടും. അതിനെ ഡിവൈഡഡ് ബൈ 10, അപ്പൊ 74,000. അത് ഓരോ വർഷവും റിഡ്യൂസ് ചെയ്തു. അതല്ലേ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, ഒരേ എമൗണ്ട് എല്ലാ വർഷം റിഡ്യൂസ് ചെയ്തു. അങ്ങനെ നമ്മൾ 3 വർഷം റിഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അങ്ങനെ വരുമ്പോൾ 74,000 × 3, അപ്പൊ 2,22,000 രൂപ നമ്മൾ ഇതിനോടകം 2019 വരെയുള്ള കാലഘട്ടത്തിൽ ഡിപ്രീസിയേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പറയാണ്, ശരിക്കും ചെയ്യേണ്ടിരുന്നത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് അല്ല, റിട്ടേൺ ഡൗൺ മെത്തേഡ് പ്രകാരമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തോരം ഡിപ്രീസിയേഷൻ ചെയ്യേണ്ടിയിരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യത്തെ വർഷം 8 ലക്ഷം രൂപയാണ് അതിന്റെ വാല്യൂ. 15%, അതായത് 1,20,000 കുറച്ചു, പിന്നെ അതിന്റെ 15% കുറച്ചു, പിന്നെ അതിന്റെ 15%. അങ്ങനെ 3 വർഷം നമ്മൾ 15% വെച്ച് കുറയ്ക്കുകയാണെങ്കിൽ ഈ കളറിൽ കാണുന്ന നീല കളറിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളതൊക്കെയാണ് ഡിപ്രീസിയേഷൻ ആയിട്ട് വരുന്നത്. 15% അല്ലേ, ഓരോ വർഷം കുറഞ്ഞു.
ഇപ്പൊ ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 1,20,000 ആദ്യത്തെ വർഷം റിട്ടേൺ ഡൗൺ മെത്തേഡ് പ്രകാരമാണെങ്കിൽ കേട്ടോ, രണ്ടാമത്തെ വർഷം 1,02,000, മൂന്നാമത്തെ വർഷം 86,700. അപ്പൊ മൊത്തം 3 വർഷം കഴിയുമ്പോൾ 3,08,700 രൂപ റിട്ടേൺ ഡൗൺ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാണേണ്ടിയിരുന്നതാണ്. പക്ഷേ നമ്മളാകെ കൂടി 2,22,000 രൂപ മാത്രമേ ഡിപ്രീസിയേഷനായിട്ട് നമ്മൾ കുറച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും എത്ര രൂപ കൂടി എക്സ്ട്രാ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടതുണ്ടായിരുന്നു? എത്ര രൂപ കൂടി ഡിപ്രീസിയേഷൻ എക്സ്ട്രാ ചാർജ് ചെയ്യേണ്ടതുണ്ടായിരുന്നു? എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഈ 3,08,700 നിന്ന് 2,22,000 രൂപ കുറച്ചാൽ മതി. എത്ര കിട്ടും അപ്പൊ? 76,700 രൂപ. അതായത് മൂന്നാമത്തെ വർഷം നമ്മൾ ഇങ്ങനെ ഒരു പുതിയ പോളിസി വ്യത്യാസം വരുത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ഘടകം അതാണ്. 76,000 രൂപ നമ്മൾ ഡിപ്രീസിയേഷൻ കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നാലാമത്തെ വർഷത്തുമേ നമ്മുടെ നാലാമത്തെ വർഷം നമ്മൾ ഇനി റിട്ടേൺ ഡൗൺ മെത്തേഡ് ആണല്ലോ ഫോളോ ചെയ്യുന്നത്. സ്ട്രേറ്റ് ലൈൻ പരിപാടി നമ്മൾ 3 വർഷത്തിനുള്ള അവസാനിച്ചു. നാലാമത്തെ വർഷം എന്ത് സംഭവിക്കും? ഈ 4,91,000ന്റെ 15% നമ്മൾ പരിഗണിക്കേണ്ടി വരും. ഓക്കെ, ശരിയല്ലേ? കാരണം നാലാമത്തെ വർഷം ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞത് അതാണ്. പ്ലസ് ശ്രദ്ധിക്കുക, അതിനോടൊപ്പം എന്ത് ചെയ്യണം? എക്സ്ട്രാ നമ്മൾ ഈ 76,700 രൂപ നമ്മൾ ഡിപ്രീസിയേഷൻ ചെയ്യാതിരുന്നു എന്ന് പറഞ്ഞല്ലോ. മീൻസ് സ്ട്രേറ്റ് ലൈൻ മാറി റിട്ടേൺ ഡൗണിലേക്ക് മാറിയപ്പോൾ നമുക്ക് 76,700 രൂപ കൂടുതൽ ഡിപ്രീസിയേഷൻ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ 15%, അതായത് ഈ വർഷത്തെ ശരിക്കുള്ള റിട്ടേൺ ഡൗൺ വാല്യൂ, അത് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ പ്ലസ് 76,700 അതായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത് 2019-20 കാലഘട്ടത്തിൽ. ഒരു 4,91,300 അത് റിട്ടേൺ ഡൗൺ പ്രകാരമുള്ള എൻഡിങ് വാല്യൂ. അതിന്റെ 15% ആയിട്ടുള്ള 73,695 പ്ലസ് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച 76,700 രണ്ടും കൂടി കൂട്ടി 1,50,395 രൂപയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ആയിട്ട് ചാർജ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇതിലെ കാൽക്കുലേഷൻ പറയുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്, വലിയൊരു കോംപ്ലിക്കേഷൻ ഇല്ല. ഇനി അടുത്തൊരു എക്സ്പ്ലനേഷൻ എന്താ പറയുന്നത്? ആസ് പെർ ഇൻഡേസ് 8 ദ റിവിഷൻ ഓഫ് റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് ഈസ് ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ്. ഹൗവർ ദ ചേഞ്ച് ഓഫ് മെത്തേഡ് depreciation from straight line to written down value, change in accounting policy. ഓക്കെ, എന്താ പറയുന്നത്? നമ്മൾ അക്കൗണ്ടിങ് പോളിസിയിലാണ് ചേഞ്ച് ചെയ്തത്. അക്കൗണ്ടിങ് പോളിസിയിൽ ചേഞ്ച് ചെയ്ത കാരണം കൊണ്ട് എന്ത് സംഭവിക്കാം? റെട്രോസ്പെക്റ്റീവ് ആയിട്ട് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടതായിട്ട് വരും. എന്ന് മുതലാണോ നമ്മൾ ചെയ്യുന്നത് അന്ന് മുതൽ നമ്മൾ ചേഞ്ച് വരുത്തേണ്ടതായിട്ട് വരും. അക്കൗണ്ടിങ് പോളിസിയിലുള്ള ചേഞ്ച് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ദെൻ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് പ്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ. ഇതിലെന്താ പറയുന്നത്? ദ എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് should be recognized prospectively by including it is not profit or loss. The period of change, if change affect periodically only, for example bad debt അല്ലെ, bad debt സാധാരണ ഇതിൽ periodically ചേഞ്ച് വരുന്നുണ്ട്. The period of change and future period if change affect both, for example estimated useful life and depreciable asset. ഇപ്പം ഇങ്ങനെയുള്ള കേസിനൊക്കെയാണ് ഇതിൽ പറയുന്നത്. എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്, എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് പ്രോസ്പെക്റ്റീവ്ലി ബൈ ഇൻക്ലൂഡിങ് ഇറ്റ്സ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കാരണം എസ്റ്റിമേറ്റിൽ ചേഞ്ച് വരുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സും മറ്റുള്ള കാര്യങ്ങളും പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ പരിഗണിക്കുന്നത്. ഇനി എന്താണ് അക്കൗണ്ടിങ് എറർ? Errors discovered during the current period may be arise on account of mathematical mistakes. ചില മാത്തമാറ്റിക്കൽ മിസ്റ്റേക്സുകളായിരിക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ചിലപ്പോൾ ഒരു 10 വർഷം മുമ്പ് മേടിച്ച മെഷീനറി ബൈ മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ ഒരു വർഷം എന്തോ ഒരു തെറ്റ് വരുത്തി. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 10% സാധാരണ എല്ലാ വർഷവും നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റിട്ടേൺ ഡൗൺ മെത്തേഡാണ്. പക്ഷെ ഒരു വർഷം മാത്രം നമ്മൾ 11% കാൽക്കുലേറ്റ് ചെയ്തു. അത് ന്യൂമറിക്കൽ മിസ്റ്റേക്കാണ്. അത് എസ്റ്റിമേറ്റിന്റെ തെറ്റോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പോളിസിയുടെ തെറ്റോ ഒന്നുമല്ല. നമ്മൾ 10 വർഷം റിട്ടേൺ ഡൗൺ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്തത്. പക്ഷേ 8ാമത്തെ വർഷം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ
റിട്ടേൺ ഡൗൺ മെത്തേഡിന്റെ പ്രകാരം 15% നമ്മൾ എടുക്കേണ്ടതുണ്ടെങ്കിലും നമ്മൾ 1% കൂട്ടി 16% ഇട്ട് കാൽക്കുലേറ്റ് ചെയ്തു. മീൻസ് കാൽക്കുലേറ്ററിൽ ഉപയോഗിച്ചപ്പോൾ 16 കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെയാണ് അക്കൗണ്ടിങ് എറർ എന്നിവിടെ പറയുന്നത്. ഇൻകറക്റ്റ് അപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസി അല്ലെങ്കിൽ മിസ്റിപ്രസെന്റേഷൻ ഓഫ് ഫാക്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ എററായിട്ട് വരും. ഇനി അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. ഇതിനുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താ? An entity should correct all prior period errors retrospectively in the first set of financial statement approved for the issue after its discovery. ഇപ്പൊ ഇത് മനസ്സിലായി, ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മൾ 10 വർഷത്തെ ട്രാൻസാക്ഷനിൽ 2 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് തെറ്റുണ്ടെന്ന് മനസ്സിലായി. 1990 മുതൽ തുടങ്ങിയ ട്രാൻസാക്ഷൻ ആണ്. 92 എന്തോ ചെറിയൊരു തെറ്റ് പറ്റി, 1% അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയോ കുറഞ്ഞോ പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2010 കണ്ടുപിടിക്കുന്നത്. ശ്രദ്ധിക്കുക, 2010 കണ്ടുപിടിക്കുന്നത്. 2010 സ്റ്റേറ്റ്മെന്റ് അപ്രൂവലിന് പോകുന്നതിനേക്കാളും മുമ്പായിട്ട് ഓക്കെ prior period error retrospectively in the first set of financial statement approved for the issue after their discovery. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അപ്രൂവലിന് പോകുന്നതിനേക്കാളും, ഈ സ്റ്റേറ്റ്മെന്റ് അപ്രൂവലിന് പോകുന്നതിനേക്കാളും മുമ്പ് നമ്മളത് കറക്റ്റ് ചെയ്യാം. കറക്ഷൻ ഷുഡ് ബി ഡൺ ബൈ റീസ്റ്റേറ്റിംഗ് ദ കമ്പാരിറ്റീവ് അക്കൗണ്ട്സ് ഫോർ ദ പ്രയർ പീരീഡ്. അപ്പൊ നമ്മൾ മുൻപത്തെ ബാലൻസ് ഷീറ്റും ഇപ്പോഴത്തെ ബാലൻസ് ഷീറ്റായിട്ട് കമ്പയർ ചെയ്ത് ചേഞ്ചസുകൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ? കാരണം നമ്മൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മുമ്പിൽ നമ്മൾ അക്കൗണ്ടിങ് പോളിസിയുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കി 3 വർഷം നമ്മൾ ഡിപ്രിസിയേഷൻ എത്രയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്തുള്ളൂ. പക്ഷേ ശരിക്കും നമ്മൾ എടുക്കേണ്ടത് 3,08,700 ആയിരുന്നു എന്ന് മനസ്സിലാക്കി. ആ ഡിഫറൻസും പിന്നെ ആ 2019-20 വർഷത്തെ ഡിപ്രീസിയേഷനും കൂട്ടി മൊത്തം നമ്മൾ 1,50,395 രൂപ ഡിപ്രീസിയേഷൻ എഴുതി. ആ വർഷത്തെ ഡിപ്രീസിയേഷൻ മൊത്തം ഇത്രയ്ക്കാണെന്ന് പറഞ്ഞ് നമ്മൾ എഴുതാണ്. അപ്പൊ അതുപോലെ അക്കൗണ്ടിങ് എററുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ അപ്രൂവലിന് പോണേക്കണം മുമ്പ് അത് എഴുതി കൃത്യമാക്കണം. ഇഫ് ദ എറർ ഒക്കേർഡ് ബിഫോർ ദ ഏർലിയസ്റ്റ് പീരീഡ് presented, restating the opening balance of the asset, balance of asset, liabilities, equity for the earliest period. അപ്പൊ ഇക്വിറ്റിയിലും എന്തൊക്കെ ചേഞ്ചസുകൾ വരുന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. അത് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ലിമിറ്റേഷൻസ് ഓൺ റെട്രോസ്പെക്റ്റീവ് റീസ്റ്റേറ്റ്മെന്റ്. ഇൻ കേസ് ഇറ്റ് ഈസ് impracticable for entity to determine period specific effect on error for one or more prior period presented, it shall restate the opening balance of assets, liabilities, and equity for earliest period for which retrospective restatement is practicable, which may be the current period. In case it is impracticable to determine the cumulative effect. കാരണം പലപ്പോഴും ക്യുമുലേറ്റീവ് എഫക്റ്റ് ഉണ്ടാവും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ വാല്യൂ ലിഫോണോ ഫിഫോണോ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിലും നമ്മൾ 2019 വാല്യൂ ചെയ്തു. 2019 വാല്യൂ ചെയ്ത് കണ്ടുപിടിച്ച് കിട്ടിയ തുകയുടെ അടിസ്ഥാനത്തിലാണ് 2020 വാല്യൂ ചെയ്യുന്നത്. 2020 കിട്ടിയ തുകയുടെ അടിസ്ഥാനത്തിലാണ് 2021 ചെയ്യുന്നത്. അപ്പൊ എല്ലാത്തിനും കണ്ടുപിടിക്കുന്ന വാല്യൂ ആണ് അവിടെ ബേസ്. അപ്പൊ കണ്ടുപിടിക്കുന്ന മെത്തേഡ് തെറ്റിട്ടുണ്ടെങ്കിൽ വാല്യൂ മാറും. അപ്പൊ വാല്യൂ മാറുന്നതിനനുസരിച്ച് അടുത്ത വർഷത്തും അതിന്റെ എഫക്റ്റ് വരും. അപ്പൊ നമുക്ക് ക്യുമുലേറ്റീവ് ആയിട്ടാണ് എഫക്റ്റുകൾ വരുന്നത്. റെട്രോസ്പെക്റ്റീവ് ആകുമ്പോൾ എപ്പോഴും ക്യുമുലേറ്റീവ് ആയിട്ടാണ് എഫക്റ്റ് വരുന്നത്. മീൻസ് ഒന്നിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളത് വരുന്ന കാരണം. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കറന്റ് പീരീഡ് ഓഫ് ദ എറർ ഓൺ ഓൾ പ്രയർ പീരീഡ് ദ എൻറ്റിറ്റി ഷാൾ റീസ്റ്റേറ്റ് ദ കമ്പാരിറ്റീവ് information to correct the error prospectively from the earliest date practicable. നമുക്ക് പറ്റുന്ന ഡേറ്റ് എന്നാണോ അന്ന് മുതൽ നമ്മളത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ചേഞ്ചസുകൾ വരുത്തണം. അതാണ് ഇവിടെ പറയുന്നത്.